Welcome to Plus One Exam Package, Part 38. Question number 165. Questions from Dynamics. 165. Impulse into acceleration has the dimensions of dash quantity. Impulse into acceleration ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണ് ഉള്ളത്. അപ്പോൾ അതിന് ഡയമെൻഷണൽ ഫോർമുലയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്, എഫ് ഇൻറ്റു ടി ഇൻറ്റു ആക്സിലറേഷൻ ഈക്വൽസ് എഫ് ഇൻറ്റു ഇത് തിരിച്ചിട്ട് എ ടി. ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, വി ഈക്വൽസ് യു പ്ലസ് എ ടി. അപ്പോൾ എ ടിയുടെ ഡയമെൻഷൻ വിയുടെ ഡയമെൻഷനാണ് ആക്സിലറേഷൻ ടു ടൈം. അപ്പോൾ അല്ലെ യു 0 എന്ന് എഴുതാൽ വി ഈക്വൽസ് 80. ചുരുക്കത്തിൽ 80 ഈസ് വി. ഇപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇത് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പവർ. അപ്പോൾ ചുരുക്കത്തിൽ ഇമ്പൾസ് ഇൻറ്റു ആക്സിലറേഷൻ ഹാസ് ദി ഡയമെൻഷൻസ് ഓഫ് പവർ. അത് ചോയ്സ് വല്ലതും തന്നിട്ടുണ്ട്, അതിനകത്ത് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ആൻസർ. 166. A block is released from the top of an inclined surface of angle 30 degree 30 with the horizontal. The block comes to rest at the bottom of the surface. Upper half of the surface is perfectly smooth while the lower half is rough. What is the ratio of the force of friction to the weight of the body? ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ അപ്പർ ഹാഫ് സ്മൂത്താന്ന് പറയുന്നുണ്ട്, നോ ഫ്രിക്ഷൻ. ലോവർ ഹാഫ് റഫ, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ആംഗിൾ 30 ഡിഗ്രി. ഇത് എച്ചെന്നിരിക്കട്ടെ. ഇവിടുന്ന് താഴോട്ട് വരുന്ന ബ്ലോക്ക് ബോട്ടം ഓഫ് ദി ഇൻക്ലൈൻഡ് സർഫസ് വരുമ്പോൾ അട്രസ്റ്റിലാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അത് മുഴുവൻ ഈ ഫ്രിക്ഷനെതിരെ വർക്ക് ചെയ്യാനായിട്ടായിരിക്കണം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി ടോപ്പ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ. പൊട്ടൻഷ്യൽ എനർജി ഈസ് എം ജി എച്ച്. എം ജി എന്ന് പറഞ്ഞാൽ വെയിറ്റാണ്, അപ്പോൾ ഡബ്ല്യു എച്ച് എന്ന് പറയാം പൊട്ടൻഷ്യൽ എനർജിക്ക്. എം ജി ഇൻറ്റു എച്ച് ഓർ ഡബ്ല്യു ഇൻറ്റു എച്ച് ഈക്വൽസ് വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫ്രിക്ഷൻ എഫ് ആർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എൽ ബൈ ടു. ഇത്രയും ആണല്ലേ ഫ്രിക്ഷൻ ഉള്ളത്, ഹാഫ് എഫ് ആർ ഇൻറ്റു എൽ ബൈ ടു. ഇനി എച്ച് ഈസ് L, hypotenuse into sin theta. For W into L sin theta. Total length L, hypotenuse into sin equals FR into L by 2. ഒരു L അങ്ങ് വെട്ടിപ്പോവും. പോയിട്ട് FR by W equals 2 sin theta. Theta is 30. 2 sin 30 2 sin 30. It is 2 sin 30 or 2 into sin 30 is 1 by 2, that is 1, or FR by W is 1, or ratio of friction, force of friction to weight is 1:1. That is the answer. 167. A very large number of particles initially free from one another come closer to form a single body. സ്റ്റാറൊക്കെ അങ്ങനെ ഫോം ചെയ്തത് ആദ്യകാലത്ത്. വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം എനർജി കൺസർവേഷൻ? അപ്പോൾ വളരെ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത, ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഒന്നും പരസ്പരമില്ലാത്ത കുറേയേറെ പാർട്ടിക്കിൾസ്
വെരി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അടുത്ത് വരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അടുത്ത് വന്ന് ഒരു സിംഗിൾ ബോഡിയായിട്ട് ഫോം ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് എനർജി കൺസർവേഷൻ അനുസരിച്ച് എന്ത് പറയാം? വട്ട് ഡു യു എക്സ്പെക്ട്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ കേസിൽ രണ്ട് പാർട്ടിക്കിൾ ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ നിൽക്കുമ്പോഴേ ദേ ഹാവ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അടുത്തടുത്ത് വരുംതോറും പൊട്ടൻഷ്യൽ എനർജി കുറയുക. അപ്പോൾ ഈ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വന്നൊരു സിംഗിൾ ബോഡി ആയിട്ട് ഫോം ചെയ്യുമ്പോൾ മൊത്തം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കുറയുക. അവിടെ ഈ കുറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. അതാണ് ഈ സ്റ്റാറിലൊക്കെ ഹോട്ടായിട്ട് വരുന്നത്. സോ in the initial stage, potential energy of the system of particles is maximum. When they come closer to form a single body, total potential energy is lost, which is converted into heat energy. That is the answer. 168. Centripetal and centrifugal forces are equal and opposite. Do they represent Newton's action-reaction pair? സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അങ്ങനെയാണ് അത് ന്യൂട്ടൻ്റെ തേർഡ് ലോയിലെ ആക്ഷൻ റിയാക്ഷൻ പെയറാണോ എന്നാ ചോദ്യം. അല്ല. Action reaction pair or action and reaction act on different bodies. But centripetal force and centrifugal force act on the same body. So they do not form action reaction pair. 169. The resultant of all external forces acting upon a system is zero. Does it mean that the system is in equilibrium? ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെയും റിസൾട്ടൻറ്റ് സീറോയാണ്. ഡസ് ഇറ്റ് മീൻ ദാറ്റ് ദി സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം? നോ. റിസൾട്ടൻറ്റ് ഒരു കപ്പിൾ എടുത്താൽ, ഈയിടെ നമ്മൾ കപ്പിളിൻ്റെ ചോദ്യം കണ്ടു, കപ്പിൾ എടുത്ത ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സ്, ടു സെപ്പറേറ്റ് പോയിൻറ്റ്സ്. അതിൻ്റെ റിസൾട്ടൻറ്റ് സീറോയാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ. പക്ഷേ അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാനും പാടില്ല, റൊട്ടേറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ റിസൾട്ടൻറ്റ് സീറോ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇക്വിലിബ്രിയം നിർബന്ധമില്ല, കപ്പിളുണ്ടാവാം അവിടെ. സോ ആൻസർ ഈസ്, ഡസ് ഇറ്റ് മീൻ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം? നോ. Resultant moment or resultant couple may be present there, which will produce rotation. That is the answer. 170. A planet revolves around the sun in an elliptical orbit, as shown in the figure. What about the direction and magnitude of velocity of the planet at positions A and B? What about its angular momentum? ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. സണ്ണ്, എലിപ്സ്, എ ബി ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്. എങ്കിൽ എയിലും ബിയിലും വെച്ച് പ്ലാനറ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എങ്ങനെയിരിക്കും, അതുകൂടാതെ ആംഗുലാർ മൊമെൻറ്റം. എ എന്ന് പറയുന്ന പോയിൻ്റ് സണ്ണിൽ നിന്നും ബിയേക്കാൾ അകലത്തിലാണ്. അകലം കൂടുന്തോറും, സണ്ണിൽ നിന്ന് അകലം കൂടുന്തോറും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയും. നമുക്കറിയാം
പെരിജിയിലാണ് വെലോസിറ്റി ഏറ്റവും കൂടുതൽ, അപ്പോജിയിൽ ഏറ്റവും കുറവ്. അപ്പോൾ പെരിജിക്ക് അടുത്ത് വരുന്ന ഭാഗത്തെല്ലാം സ്പീഡ് കൂടുതലാണ്. അപ്പോജിക്ക് അടുത്തുള്ള വരുന്ന ഉള്ള സ്ഥാനങ്ങളെ അപേക്ഷിച്ച് പെരിജിക്ക് അടുത്താണ് പാർട്ടിക്കിളെങ്കിൽ പ്ലാനറ്റെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. ഡയറക്ഷൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഫിഗർ വരച്ച് കാണിച്ചാൽ മതി. അതാത് പോയിൻ്റിലെ ടാൻജൻറ്റ് വരച്ചാൽ മതി. വി എയിലെ ഈ ഫിഗർ അങ്ങ് വരച്ചു കൊടുക്കണം. എയിലെ വെലോസിറ്റി വി എ, ഇവിടുത്തെ ടാൻജൻറ്റ് ഈ ആരോ നോക്കണം. ഈ ആരോയുടെ സെൻസ് കണക്കാക്കി വേണം വെക്ടർ വരയ്ക്കാൻ. ബിയിലെ വെലോസിറ്റി ഇങ്ങനെ കറങ്ങി വരികയല്ലേ, ബിയിലെ വെലോസിറ്റി വി ബി, ഇവിടുത്തെ ടാൻജൻറ്റിൽ കൂടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി, മോഡുലസ് ഓഫ് വി ബി ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് വി എ. ദറ്റ് ഈസ് ദി ആൻസർ. ബിയിൽ വെച്ചാണ് വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. 171. Name the quantities of a planet which remain constant while revolving the sun. സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ പ്ലാനറ്റിൻ്റെ ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതെന്ന്. 1. ആങ്കുലാർ മൊമെൻറ്റ്. അപ്പോൾ മുമ്പത്തെ ചോദ്യത്തിൽ ആങ്കുലാർ മൊമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആങ്കുലാർ മൊമെൻറ്റ് എയിലും ബിയിലും, ആങ്കുലാർ മൊമെൻറ്റ് അറ്റ് എ ഈക്വൽസ് ആങ്കുലാർ മൊമെൻറ്റ് അറ്റ് ബി. മുമ്പത്തെ ചോദ്യത്തിൽ ആങ്കുലാർ മൊമെൻറ്റം പ്ലാനറ്റിന് എപ്പോഴും കോൺസ്റ്റൻ്റാണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ അനുസരിക്കുന്ന എല്ലാ ഫോഴ്സിലും ആങ്കുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റാണ്. അതിനിയും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെവിടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ m1m2/r², ചാർജാണ് q1 q2/r². ഇപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ആയാലും ഗ്രാവിറ്റേഷൻ ഫോഴ്സിലും എല്ലാം കറങ്ങുന്ന സിസ്റ്റത്തിൽ ആങ്കുലാർ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ മുമ്പത്തെ ചോദ്യത്തിൽ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും പറഞ്ഞു. ആങ്കുലാർ മൊമെൻറ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആങ്കുലാർ മൊമെൻറ്റം അറ്റ് എ ഈക്വൽസ് ആങ്കുലാർ മൊമെൻറ്റം അറ്റ് ബി. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ നെയിം ദി ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്ലാനറ്റ് വിച്ച് റിമെയിൻ കോൺസ്റ്റൻറ്റ് വൈൽ റിവോൾവിംഗ് ദി സൺ. ഫസ്റ്റ് വൺ ഈസ് angular momentum of the planet. Second one, total energy. Total energy is always a constant. These two, ഈ രണ്ടെണ്ണം എഴുതി കൊടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏർലിയർ പോസ്റ്റിങ്സും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.